സ്ഥിരം അപകട മേഖലയായി കോഴിക്കോട് മാവൂർ റോഡിലെ പൂവാട്ടുപറമ്പിലെ വളവ്. 10 ദിവസം മുൻപ് അപകടമുണ്ടായ സ്ഥലത്ത് ഇന്ന് വീണ്ടും അപകടമുണ്ടായി. വർക്ക്ഷോപ്പിലേക്ക് കാർ പാഞ്ഞു കയറി 3 ബൈക്കും 1 കാറും തകർന്നു. 10 ദിവസം മുൻപ് നടന്ന അപകടത്തിലാകട്ടെ 13 ബൈക്കുകളും 2 കാറും തകർന്നിരുന്നു. സ്ഥിരം അപകട മേഖലയായ ഇവിടെ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കഴിഞ്ഞ മാസം 25-ാം തീയതിയാണ് ഇവിടെ അപകടം നടക്കുന്നത്. അതേ സ്ഥലത്ത് തന്നെ ഇന്നും അപകടം സംഭവിച്ചിരിക്കുന്നത്. ഈ കാണുന്നത് മാവൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോകുന്ന റോഡാണ്. ഈ റോഡിലാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. വലിയൊരു വളവാണ്. ഇതിൻ്റെ CCTV ദൃശ്യങ്ങളും പുറത്ത് വന്നിട്ടുണ്ട്. കാറ് റോഡിൻ്റെ മധ്യഭാഗത്തൂടെ വരുന്നു. എതിർവശത്ത് ഒരു ഇലക്ട്രിക് ഓട്ടോ വരുന്നുണ്ട്. ആ ഓട്ടോറിക്ഷയിൽ തട്ടാതിരിക്കാൻ വേണ്ടി കാർ വെട്ടിക്കുന്ന സമയത്ത് നല്ല മഴയുണ്ടായിരുന്നു, റോഡിൽ വെള്ളമുണ്ടായിരുന്നു. അങ്ങനെ കാർ വെട്ടിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് നിയന്ത്രണം വിട്ട് ഈ വർക്ക്ഷോപ്പിലേക്ക് ഇടിച്ച് കയറിയിരിക്കുന്നത്. വർക്ക്ഷോപ്പിൽ തകരാർ പരിഹരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന നിരവധി വാഹനങ്ങളുണ്ട്. അതിൽപ്പെട്ട 3 ബൈക്കുകൾ തകർന്നിട്ടുണ്ട്. ഈ അപകടത്തിന്റെ തൊട്ട് മുൻപ് ഒരു ഇന്നോവ കാർ ഈ കടയിലേക്ക് കയറി വരുന്നതും CCTV ദൃശ്യങ്ങൾ കാണാം. ആ കാറാണ് ആ കിടക്കുന്നത്. ആ കാറിന്റെ പുറകിലും ഈ അപകടമുണ്ടാക്കിയ കാർ ഇടിക്കുകയും ആ ഇന്നോവ കാർ കടയുടെ വരാന്തിലേക്ക് കയറി പോവുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ ആ കാറിനും തകരാർ സംഭവിച്ചിട്ടുണ്ട്. ഇതിനു മുൻപും അപകടമുണ്ടായ സമയത്ത് 13 ബുള്ളറ്റ് ബൈക്കുകൾ തകർന്നു പോയിരുന്നു. ഒരു കാറും അപകടത്തിൽപ്പെട്ടിരുന്നു. അതേ സ്ഥലത്ത് തന്നെയാണ് വീണ്ടും അപകടമുണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ 10 ദിവസം മുന്നേ 25-ാം തീയതി ഇവിടെ അപകടം നടന്നതാണ്. അന്നും 10:30 മണിക്കാണ് കറക്റ്റ്. ഇന്നും 10:30 മണിക്കാണ് കറക്റ്റ് നടക്കുന്നത്. CCTV ദൃശ്യങ്ങൾ കറക്റ്റ് കാണാം. 10:30 മണിക്ക് ലൈവാണ് നടക്കുന്ന പരിപാടി. ഒരു ഡിവൈഡറോ എന്തെങ്കിലും സെൻറ്ററിൽ കൂടെ ഉണ്ടെങ്കിൽ ഓവർടേക്കിങ് ഇവിടുന്ന് ഈ വളവിന്ന് ഒഴിവാക്കാമായിരുന്നു. തവണ 10-14 ബൈക്കുകൾ തകരാറായല്ലോ. അതിന് ഇൻഷുറൻസ് എങ്ങനെയാണ് അത് ഡീൽ ചെയ്തത്? അത് ആ കാറ് ഇന്നോവ ക്രിസ്റ്റ കാറായിരുന്നു. അത് ഇടിച്ച് അവർ 2 ദിവസം കൊണ്ട് ബ്രേക്ക് ഇൻസ്പെക്ടർ വന്ന് 3 വണ്ടി പരിശോധിച്ച് അവരെ വണ്ടി മാത്രം എടുത്തു കൊണ്ടുപോയി. അവർ എല്ലാം ശരിയാക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നും ചെയ്തിട്ടില്ല. ഇന്നേ വരെ ഒന്നും ചെയ്തിട്ടില്ല. ആ ബൈക്കുകൾ ഇന്നേ വരെ കൊണ്ടുപോയിട്ടില്ല. അന്ന് എൻ്റെ കാറായിരുന്നു തമർന്നത്. അതിനകത്ത് 3 ലക്ഷത്തോളം അതിന് നഷ്ടപരിഹാരം അത് ഇൻഷുറൻസ് കമ്പനി മറ്റുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. 3 ലക്ഷത്തോളം ഇതിൻ്റെ ഡാമേജ് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ പറ്റി ഒന്നും സംസാരിക്കാനോ ഒന്നും ആ വണ്ടിയിലെ ആൾക്കാരൊന്നും ഇന്നേ വരെ വന്നിട്ടില്ല. ഇത് സ്ഥിരം അപകട മേഖലയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. കാരണം വളവാണ്. ഈ വളവിൽ പൊതുമരാമത്ത് വകുപ്പോ പോലീസോ മറ്റ് മുന്നറിയിപ്പ് ബോർഡുകളൊന്നും തന്നെ വെച്ചിട്ടില്ല. റോഡിൻ്റെ 2 വശങ്ങളിലും മരങ്ങളുടെ ചില്ലകളും വീണ് കാഴ്ച തടസ്സപ്പെടുത്തുന്നുണ്ട്. ഒപ്പം തന്നെ മഴ പെയ്യുന്ന സമയത്ത് വണ്ടി ബ്രേക്ക് ഇട്ടാൽ കിട്ടാറുമില്ല. റോഡിനെക്കുറിച്ച് വലിയ പരിചയമില്ലാത്തവർ അമിത വേഗതയിൽ വന്നാണ് ഈ അപകടം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ സുരക്ഷാ ബോർഡുകൾ സ്ഥാപിച്ച് ഇവിടെ മുന്നറിയിപ്പ് നൽകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഒന്ന് പറയാനുള്ള ഈ PWD ഈ റോഡിൽ ഈ ഒരു വളവിനെ കുറിച്ച് ഒരു സൂചന ബോർഡുകൾ പോലും ഇവിടെ കാണാനില്ല. അതായിരിക്കാം കാരണം. മറ്റൊന്ന് ഈ റോഡ് ഇത്രയും ഭാഗം ചെളിയായിട്ട് റോഡ് വീതി കുറഞ്ഞിരിക്കുകയാണ്. അപകട സമയത്ത് മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് പുറത്ത് ഈ വർക്ക്ഷോപ്പിൻ്റെ പുറത്ത് ആളുകൾ ഉണ്ടായിരുന്നില്ല. കാർ ഡ്രൈവർക്കും പരിക്ക് പറ്റിയില്ല. ഏതായാലും ഇനിയൊരു അപകടം ഉണ്ടാകാതിരിക്കാൻ ഉദ്യോഗസ്ഥർ ജാഗ്രത പുലർത്തേണ്ടതാണ്. മുന്നറിയിപ്പ് ബോർഡുകളൊക്കെ തന്നെ ഇവിടെ സ്ഥാപിക്കേണ്ടതാണ്. കോഴിക്കോട് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് ജിബേഷിനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്. ഇനി റിപ്പോർട്ടർ.